കേരളത്തിൽ മതാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുകയാണ്. മലപ്പുറത്തു നിന്ന് പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയെന്നാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരുന്നു. സൂംബ നൃത്തവിവാദം, സ്കൂൾ സമയക്രമം അടക്കമുള്ള സമകാലിക വിഷയങ്ങൾ എന്നിവ മുന്നോട്ട് വച്ചായിരുന്നു വെള്ളാപ്പള്ളി ഇന്നലെ കോട്ടയത്ത് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കും. 2040 ആണ്ടാകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യ തങ്ങൾ ഇതിനേക്കാൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കും എന്നവർ പ്രതിജ്ഞ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമുക്ക് കേരളത്തിൽ അവരെന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്കായിരിക്കണം എന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് അതിൻ്റെ പിന്നിലുള്ളത്. കേരളം ഒരു മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അതിൽ തെറ്റൊന്നുമില്ല, അതിനു മുമ്പ് മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ മതശക്തി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദം കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ളത്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്, ശരിയായൊരു വിലയിരുത്തലാണ് അത്.